അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വാഷിംഗ്ടണും ന്യൂയോർക്കും അടക്കമുള്ള നഗരങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടത്രേ. ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ മാരെ ലാഗോ റിസോർട്ടിനെ പോലും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം മഹാശക്തികൾക്ക് സഖ്യകക്ഷികളെ ആവശ്യമുണ്ട് എന്നൊരു പ്രസ്താവന കൂടി നെതന്യാഹു ട്രംപിനെ ഉന്നമിട്ട് നടത്തുന്നുണ്ട്. പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസ യുദ്ധം ആരംഭിച്ച് 2 വർഷം തികയുന്ന വേളയിൽ അമേരിക്കൻ കമന്റേറ്റർ ബെൻ ഷാപ്പിറോ നടത്തിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ പറയുന്നത്. ഗസ യുദ്ധം, ഹമാസുമായി നടക്കുന്ന ചർച്ചകൾ, അമേരിക്കയുമായുള്ള ബന്ധം തുടങ്ങി പല കാര്യങ്ങളും നെതന്യാഹു ഈ അഭിമുഖത്തിൽ പറയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതും ചർച്ചകൾക്ക് ഇടയാക്കിയതും ഇറാന്റെ ഭീഷണി സംബന്ധിച്ച പ്രസ്താവനയാണ്. ഇറാൻ യുഎസിനെ ആക്രമിക്കാൻ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നു. ഈ മിസൈലുകളുടെ റേഞ്ച് 11,000 കിലോമീറ്റർ ആണ്. 3,000 കിലോമീറ്റർ കൂടി ചേർത്താൽ യുഎസിന്റെ കിഴക്കൻ തീരത്തെ 50% നഗരങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഇറാനാകും. പ്രത്യേകിച്ച് ഫ്ലോറിഡയിലെ പാം ബീച്ചിലെ ട്രംപിന്റെ ലക്ഷറി പ്രോപ്പർട്ടിയായ മാര ലാഗോ റിസോർട്ട് ഇറാന്റെ ലക്ഷ്യമാകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. പ്രൊജക്ട് കൗസർ എന്ന പേരിൽ ഇറാന്റെ രഹസ്യ പദ്ധതിയാണത്രേ ഈ മിസൈൽ വികസനത്തിന് പിന്നിൽ. ഈ മിസൈലുകൾ വഴി ഇസ്രായേലിനെയും യുഎസിനെയും ഒരുമിച്ച് നശിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നും നെതന്യാഹു പറഞ്ഞു. യുഎസിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ എന്നും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അമേരിക്ക ഫസ്റ്റ് എന്നാൽ അമേരിക്ക ഒറ്റയ്ക്കെന്നല്ല അർത്ഥം. മഹാശക്തികൾക്ക് സഖ്യകക്ഷികൾ വേണം. ഇസ്രായേൽ അങ്ങനെ ഒരു യുദ്ധകക്ഷിയാണ്. ഇത്രയേറെ പീഡനം സഹിച്ചിട്ടും ഇസ്രായേൽ ഇതുവരെ അമേരിക്കയുടെ കരസേനയെ ആവശ്യപ്പെട്ടിട്ടില്ല. അമേരിക്കയെ ഇസ്രായേൽ സംരക്ഷിക്കും. ഇസ്രായേലിന്റെ അഡ്വാൻസ് ആയുധങ്ങളും ഇന്റലിജൻസ് സംവിധാനവും യുഎസിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും നെതന്യാഹു ഊന്നി പറഞ്ഞു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം കാരണം ഇറാന്റെ ഭീഷണികളിൽ അമേരിക്ക ഒറ്റപ്പെടുമോ എന്ന ആശങ്കയാണ് നെതന്യാഹുവിനെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മാർ എ ലാഗോയിൽ സൺബാത്ത് ചെയ്യുമ്പോൾ ഡ്രോൺ ആക്രമണത്തിലൂടെ ട്രംപ് കൊല്ലപ്പെടുമെന്ന് ജൂലൈയിൽ ഇറാന്റെ സുപ്രീം ലീഡർ ആയതുല്ല ഖമേനിയുടെ ഉപദേശകൻ മുഹമ്മദ് ജാവേദ് ലാരിജാനി ഭീഷണി മുഴക്കിയിരുന്നു. സൂര്യന് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചെറിയ ഡ്രോൺ വന്ന് മുട്ടിയിട്ട് പോയേക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ലാരിജാനിയുടെ വാക്കുകൾ. നെതന്യാഹുവിന്റെ മിസൈൽ മുന്നറിയിപ്പ് വന്നതോടെ ഈ ഭീഷണിയും ഇപ്പോൾ ചർച്ചയാകുന്നു. നെതന്യാഹുവിന്റെ പ്രതികരണത്തോട് യുഎസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും എക്സിലടക്കം ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. ഇറാനെ തടയാൻ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് നീങ്ങണമെന്ന നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. വ്യാജ ആരോപണങ്ങളാണ് നെതന്യാഹു ഉന്നയിക്കുന്നതെന്നും വിമർശനങ്ങളുണ്ട്. എന്നാൽ മാർ എ ലാഗോയിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ.